ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈസി ക്രാക്ക് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ സാമാന്യ വർത്തമാനകാല രൂപം എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് തുടങ്ങാം. പുല്ലിംഗം ഏകവചനത്തിൽ താഹെ എന്നും പുല്ലിംഗം ബഹുവചനത്തിൽ തേഹൈം എന്നുകൊണ്ടും അവസാനിക്കുന്നു. സ്ത്രീലിംഗം ഏകവചനത്തിൽ തീഹെ എന്നും സ്ത്രീലിംഗം ബഹുവചനത്തിൽ തീഹൈ എന്നുകൊണ്ടും അവസാനിക്കുന്നു. മേം എന്ന് സെൻറ്റൻസിൻ്റെ ആദ്യം വരുമ്പോൾ പുല്ലിംഗത്തിൽ താഹും എന്നും മേം എന്ന് സെൻറ്റൻസിൻ്റെ ആദ്യം വരുമ്പോൾ സ്ത്രീലിംഗത്തിൽ തീഹും എന്നും പറയുന്നു. ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം. എക്സാമ്പിൾ: രാം പഠ്താ ഹെ, രാമൻ വായിക്കുന്നു. പുല്ലിംഗം ഏകവചനം. വഹ് അഖ്ബാർ പഠ്താ ഹെ, അവൻ പത്രം വായിക്കുന്നു. പുല്ലിംഗം ഏകവചനം. സീത പുസ്തക് പഠ്തി ഹെ, സ്ത്രീലിംഗം ഏകവചനം. സീത അവർ മീര പുസ്തക് പഠ്തി ഹൈം, സീതയും മീരയും പുസ്തകം വായിക്കുന്നു. സ്ത്രീലിംഗം ബഹുവചനം. രാം അവർ ബാലൻ പുസ്തക് പഠ്തേ ഹൈം, രാമനും ബാലനും പുസ്തകം വായിക്കുന്നു. അത് പുല്ലിംഗം ബഹുവചനം. മേം സിനിമ ദേഖ്താ ഹൂം, ഞാൻ സിനിമ കാണുന്നു. പുല്ലിംഗം ഏകവചനം. മേം സിനിമ ദേഖ്തി ഹൂം, ഞാൻ സിനിമ കാണുന്നു. ഇത് സ്ത്രീലിംഗം ഏകവചനം. മേം എന്ന് വരുമ്പോൾ അവസാനമായിട്ടും ഇവിടെ വരുന്നത് താഹും പുല്ലിംഗം ഏകവചനത്തിലും, മേം എന്ന് വരുമ്പോൾ സ്ത്രീലിംഗം ഏകവചനത്തിൽ തീഹും എന്നാണ് വരിക. ഇത്രയുമാണ് വർത്തമാനകാലം ഹിന്ദിയിൽ പഠിക്കാൻ വളരെ സുഖമാണ്. ഇതിൻ്റെ കൂടുതൽ സെൻറ്റൻസുകളുമായി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.